മിക്ക പി ടി ആസ്പിറൻസിന്റെ ഇടയിലും കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ദേ ആർ കൺഫ്യൂസ്ഡ്, ദേ ആർ നോട്ട് ഷുവർ വിച്ച് പി ടി ടു റൈറ്റ്. പി ടി ഒരു ഒറ്റ പരീക്ഷയല്ല, പി ടിക്കുള്ളിൽ പല അധികം പരീക്ഷകളുണ്ട്. നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്തൊരു കാരണത്തിന് വേണ്ടിയാണ് ആ കൺട്രിയിലോട്ട് പോണത്, അതിന് ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ഏത് പി ടി എഴുതണം എന്ന് തീരുമാനിക്കേണ്ടത്. പി ടി ടെസ്റ്റ് തന്നെ പി ടി അക്കാഡമിക്, അക്കാഡമിക് ഫോർ UKVI, കോർ, ഹോം A1, ഹോം A2, ഹോം B1 എന്നീ 6 ടെസ്റ്റുകളായിട്ടാണ് സ്പ്ലിറ്റ് ആയി കിടക്കുന്നത്. സോ നിങ്ങൾ എഴുതേണ്ട ടെസ്റ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടി വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിലും. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും, അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. So, all PT types explained: academic versus core versus academic for UKVI versus home. ആരംഭിക്കടാങ്ങളാ. PT test for each country. ഏതൊക്കെ കൺട്രീസ് ആണ് നിങ്ങൾ നോക്കുന്നത്, അതിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെ പരീക്ഷകൾ എഴുതണം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇതിൽ രാജ്യം കൊടുത്തിട്ടുണ്ട്, പേർപ്പസുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓസ്ട്രേലിയയിലോട്ടാണ് പോകുന്നത്, പഠിക്കാനാണ് പോണെങ്കിലും ജോലിക്ക് വേണ്ടിയാണ് പോണെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യാനാണ് പ്ലാൻ എങ്കിലും നിങ്ങൾ എഴുതേണ്ടത് PT അക്കാഡമിക് ആണ്. അല്ലാണ്ട് മറ്റേ ഞാൻ ജോലിക്കാണ് പോണ അക്കാഡമിക് എന്നൊരു വാക്ക് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ഞാൻ പഠിക്കാനല്ല സാറേ പോകുന്നത്, ഞാൻ ജോലിക്കാണ് പോകണമെന്നുള്ള മിഥ്യാധാരണകളൊന്നും വേണ്ട. നിങ്ങൾ ജോലിക്കോ പഠനത്തിനോ മൈഗ്രേഷനോ ഫാമിലി മെമ്പേഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഈ എന്ത് പരിപാടിക്ക് പോകണമെങ്കിലും നിങ്ങൾ എഴുതേണ്ടത് PT അക്കാഡമിക് ആണ്. ഇനി നമുക്ക് കാനഡയിലോട്ട് പോവാം. കാനഡയിൽ നിങ്ങൾ പഠിക്കാനാണ് പോകണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് PT അക്കാഡമിക് ആണ്. അതേസമയം ജോലിക്കോ മൈഗ്രേഷനോ ഫാമിലി മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് PT കോർ ആണ്. ഇനി യുകെയിലെ PT അക്കാഡമിക്കും അല്ലെങ്കിൽ അക്കാഡമിക് ഫോർ UKVI ആണ് സ്റ്റഡിക്ക് എഴുതേണ്ടത്. അതായത് അക്കാഡമിക് ഫോർ UKVI എന്ന് പറഞ്ഞാൽ UG ലെവൽ പഠനം അല്ലെങ്കിൽ അതിന് താഴെയുള്ള 12th ലെവലൊക്കെ ഉള്ള പഠനത്തിന് വേണ്ടിയാണ് അക്കാഡമിക് ഫോർ UKVI എഴുതേണ്ടത്. അതർവൈസ് നിങ്ങൾ പഠിക്കാനാണ് അവിടെ പോകണമെങ്കിൽ PT അക്കാഡമിക് തന്നെയാണ് എഴുതേണ്ടത്. ഇനി ജോലിക്കാണ് UK പോകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നത് അക്കാഡമിക് ഫോർ UKVI അല്ലെങ്കിൽ ഹോം A1 ആണ്. ഇനി നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനാണ് അവിടെ പ്ലാൻ എങ്കിൽ നിങ്ങൾ എഴുതുന്നത് ഹോം B1 ആണ്. ഇനി നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ്, ഹോം A1 അല്ലെങ്കിൽ A2 ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് കൺട്രിയിലോട്ട് പോവാം. US പഠിക്കാനാണ് പോകണമെങ്കിൽ അക്കാഡമിക് ആണ് അക്സെപ്റ്റഡ്, വർക്കിനാണെങ്കിലും അക്കാഡമിക് ആണ് അക്സെപ്റ്റഡ്. പക്ഷേ US കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലായിടത്തും വൈഡ്ലി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല PT ആസ് ഓഫ് നൗ. ബട്ട് ദെൻ നിങ്ങൾ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് ക്രോസ് വെരിഫൈ വിച്ച് PT ടെസ്റ്റ് യു ഷുഡ് റൈറ്റ് വിത്ത് ദ കൺസേൺഡ് ഓർഗനൈസേഷൻ, ഒഫീഷ്യൽസ് ഓർ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഓർഗനൈസേഷൻ വഴിയാണ് പോകുന്നതെങ്കിൽ അവരുടെ ചോദിച്ചാൽ മതി ഏത് പരീക്ഷയാണ് ഞാൻ എഴുതേണ്ടത്, അതിൽ എത്രയാണ് എൻ്റെ ഡിസൈഡ് സ്കോർ, ഇത് ചോദിച്ചു വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റീസ് അതിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി എന്നൊരു സെക്ഷൻ കാണും. ആ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിൽ നിങ്ങൾ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഏതൊക്കെ ഇംഗ്ലീഷ് ടെസ്റ്റുകളാണ് അക്സെപ്റ്റഡ്. അതിൽ PT ഉണ്ടെങ്കിൽ ഏത് PT ആണ് എഴുതി വെച്ചിരിക്കുന്നത്, വെണ്ട അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കും PT അക്കാഡമിക്കിൽ ഇത്ര സ്കോർ വാങ്ങണം, അത് നോക്കണം. എന്നിട്ട് മാത്രമേ തീരുമാനിക്കാവുള്ളൂ. നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് വീഡിയോ. ഇനി PT അക്കാഡമിക്കും കോറും നമ്മളെ UKVIയും ഹോമും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ പറ്റി പലയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതല്ല ഈ വീഡിയോയുടെ അജണ്ട. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻ ഉള്ള ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ ഇതാണ് എൻ്റെ വീഡിയോ. അവസാനം വരെ കണ്ടതിന് നന്ദി. കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സോ വളരെയധികം എഫേർട്ട് ഇട്ട വീഡിയോ ആയതുകൊണ്ട് ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് കണ്ടന്റുമായിട്ട് 2 ദിവസത്തിനുള്ളിൽ എത്തുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. വി ആർ ഇൻ ദിസ് ടുഗെദർ.